മോർലോക്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളിതാ രാവിലത്തെ ഫുഡൊക്കെ കറി റെഡി ആയിട്ടുണ്ട്. പൂരിയാണ്, പൂരിയും കിഴങ്ങറിയും. അച്ചുവിന് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. മുട്ട അച്ചുക്കുട്ടൻ ഇന്ന് മുട്ട അടിക്കും. ഭയങ്കര ചൂടുപോലും ഉണ്ട് അച്ചുവിന്റെ തലയിലൊക്കെ, അത് കാരണം മുട്ട അടിക്കണം. അപ്പൊ എന്തായാലും വിട് കിട്ടാം. അപ്പോൾ നമ്മുടെ പൂരി പാക്കറ്റ് പൊട്ടിച്ചിട്ടൊക്കെയുണ്ട്. 16 ഉണ്ട്. അപ്പോൾ പൂരി ഞാൻ അവിടെ പിടിച്ചേ. അപ്പോൾ പൂരി ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ല. എന്തോ അപ്പോൾ പെട്ടെന്ന് പൂരി ഉണ്ടാക്കട്ടെ. അപ്പം അമ്മ പൂരി ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. പൂരി നേരത്തെ ഉണ്ടാക്കി വെച്ചില്ല. എന്താണെന്ന് വെച്ചാൽ അച്ചുവിനെ ചൂടോടുകൂടി വേണം. അത് കാരണം നേരത്തെ ഉണ്ടാക്കിയില്ല. അപ്പം അച്ചുവിനെ തന്നെ ഫസ്റ്റ് പൂരി ഉണ്ടാക്കും. അച്ചുവിന് വിശക്കുന്നല്ലേ അച്ചു? ഫസ്റ്റത്തെ പൂരി ആയിട്ടുണ്ട്. സെക്കൻഡ് പൂരി ഇട്ട് പൊങ്ങുന്നുണ്ടോ? പൊങ്ങി. അച്ഛനിങ്ങനെ പൊങ്ങണ ഇഷ്ടമാണോ അച്ഛൻ? നല്ലോണം പൊങ്ങി. രണ്ടാമത്തെ പൂരി നല്ല വലുതായിട്ടുണ്ട്. മൂന്നാമത്തെ പൂരി ഇട്ടിട്ടുണ്ട്. ഞാൻ ഫുഡ് കഴിക്കട്ടെ. എനിക്ക് അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇനി അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാക്കുക. അമ്മൻ്റെ അമ്പാടി ഇരിക്കും. അമ്പാടിക്കുട്ടനിരിക്കുന്നു. അത് നോക്കിക്കൊണ്ടിരിക്കുക. അമ്പാടി ഓർക്കും എന്താ സംഭവം. അമ്മ എണ്ണയിലോട്ട് ഇടുന്ന അത് പൊങ്ങി വരുന്നു. എന്താണ് അമ്പാടി? അമ്പാടിക്ക് ഉറക്കം വരും. ഫസ്റ്റത്തെ പൂരി റെഡി ആവുക. ഒരു പൂരി കഴിഞ്ഞ് അടുത്ത പണി എന്തുവാ? അടുത്ത പണി കാപ്പി കുടിച്ചിട്ട് ഉച്ചക്കത്തേക്കുള്ളതെല്ലാം വയ്ക്കണം. അപ്പൊ ഞാൻ മുട്ട അടിക്കാൻ പോണു. കഴിക്കാം. കിഴങ്ങ് തരുവാണ്. കിഴങ്ങ് വന്നിട്ട് ഞാൻ കഴിക്കട്ടെ. അപ്പം നിമോചേട്ടനും അച്ചൂസും കൂടി പോയിട്ട് ബീഫാണ് കേട്ടോ മേടിച്ചത്. അപ്പം അതിലോട്ട് ഞാൻ കുറച്ച് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടൊന്ന് വേവിക്കാൻ പോവാണ്. അപ്പം ഞാൻ ബീഫിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഇട്ട് നല്ലപോലെ നമുക്ക് ഇളക്കിയിട്ട് വേവിക്കാൻ വയ്ക്കാം. അപ്പം ഞാൻ നല്ലപോലെ ഇളക്കിയിട്ടുണ്ട്. ഇനി ഞാൻ വേവിക്കാൻ വയ്ക്കട്ടെ. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ വേവിക്കാൻ വെച്ചു. അപ്പോൾ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അപ്പോഴത്തേക്കും ഒരു മോരുകറിയും കൂടി വെക്കുവാണ്. ബീഫ് ഞാൻ ഒത്തിരി അങ്ങ് ചാറായിട്ട് അങ്ങനെ ഗ്രേവി കൂട്ടി വെക്കുന്നില്ല. അപ്പോൾ ഒരു നോർമൽ ആ ഒരു ഇതിലേ വെക്കുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു ഒഴിച്ച് കറിയും കൂടി വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പെട്ടെന്നൊരു മോരുകറിയും കൂടി വെച്ച്. അപ്പോൾ മോരുകറിക്ക് കടുകൊക്കെ വറുക്കാൻ വേണ്ടി ഒരു കുഞ്ഞി പാത്രമൊക്കെ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു സ്പൂൺ കടുകൊക്കെ ഇട്ട്, ഈ പ്രസ്ത കടുക് ഞങ്ങൾ വാങ്ങിച്ചത് തീരെ പൊടി കടുകാണ് കേട്ടോ. അപ്പോൾ അത് ഇടുമ്പോൾ ഒത്തിരി ആയിട്ടങ്ങ് കൂടി വരും. പിന്നെ അതിലോട്ട് കുറച്ച് ഉലുവ, ഞാൻ മോരുകറി വെക്കുമ്പോൾ ഉലുവയും കൂടി ഇടാറുണ്ട്. പിന്നെ ഉണക്കമുളകും വേപ്പിലയും അങ്ങനെ എല്ലാം കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കുവാണ്. എന്നിട്ട് മോരുകറി ഞാൻ അവിടെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഒഴിച്ചു. അങ്ങനെ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫും വെന്ത് കിട്ടിയായിരുന്നു കേട്ടോ. ബീഫ് ഞാൻ ഈ പ്രാവശ്യം ഒരു 4 വിസിലോളം അടുപ്പിച്ചായിരുന്നു. ചില ബീഫ് നമ്മൾ മേടിച്ചിട്ട് വേവിക്കുമ്പോൾ അത് പെട്ടെന്ന് വെന്ത പോലെ തോന്നും. പക്ഷേ നമ്മൾ എല്ലാം കറിയൊക്കെ ആയി കഴിയുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ റബ്ബർ കഷ്ണം പോലെ കിടക്കും. അപ്പോൾ ഇതെന്തായാലും കുറച്ച് ഞാൻ നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തായിരുന്നു. പിന്നെ ഞാൻ ഇത് ഞാൻ പണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് തേങ്ങാക്കൊത്തിടൽ. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇട്ട് കുറേ നാളായി ഇപ്പം ഇങ്ങനെ ചെയ്തിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും തേങ്ങാക്കൊത്തും കൂടി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ തേങ്ങാക്കൊത്ത് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി എടുത്ത് പിന്നെ എണ്ണയിലിട്ട് നല്ലോണം മുതഞ്ഞപ്പോൾ ഒരു 2 തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കുവാണ്. പിന്നെ ആവശ്യത്തിന് കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട്, ഞാൻ ഓൾറെഡി വെളുത്തുള്ളിയും ഇഞ്ചിയും സവാളയൊക്കെ നമ്മുടെ ബീഫിനകത്ത് ഇട്ടാണ് കേട്ടോ വേവിച്ച്. പിന്നെ നമ്മുടെ മസാലപ്പൊടികളെല്ലാം കൂടി ഇട്ട് ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ വേവിച്ച് വെച്ചാൽ ആ ബീഫ് അതും കൂടി അങ്ങോട്ട് ഇട്ട് നല്ലപോലെ ഇളക്കുവാണ് കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ ഇളക്കി പിന്നെ ഒന്ന് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ കുറച്ച് മല്ലിയിലയും
കുറച്ച് മറ്റേ നമ്മുടെ കറിവേപ്പില അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ട് പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടി അതും കൂടി ഇടുവാണേ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ നിമോച്ചേട്ടനാണ് കേട്ടോ ഫുഡ് ഫസ്റ്റ് കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഴിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അത് അമ്പുക്കുട്ടന് ഉറങ്ങണ ലക്ഷണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് നേരം ഞാൻ കളിക്കുവാണ് അമ്പുക്കുട്ടൻ്റെ ഒപ്പം. അമ്പു രാവിലെ ഉറങ്ങിയായിരുന്നു, അത് കാരണം ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് ആൾ ഉറങ്ങാൻ സാധ്യതയില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. എൻ്റെ ഓരോ ദിവസത്തെ ഓരോ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ഇട്ട് കാണുന്നവരെ ബൈ.